ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ സ്ട്രെസ്സിലൂടെയും ടെൻഷനിലൂടെയും ഒക്കെയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ ടെൻഷനിലേക്കും നമ്മുടെ സന്തോഷം പോലും കളയുന്ന രീതിയിലേക്കും മാറിയിരിക്കുന്നു. പണ്ട് കാലത്ത് ഇത് എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി അറിയില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് പല വ്യക്തികളും പലരും സ്ട്രെസ്ഡ് ആണ്. പിരിമുറുക്കത്തോടെയാണ് ആളുകൾ ജീവിക്കുന്നത്. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വതന്ത്രമായിട്ടും സമാധാനമായിട്ടും ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നില്ല. നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന ആശങ്ക, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച നെഗറ്റീവ് കാര്യങ്ങളെ ഓർത്തുള്ള ചിന്തകൾ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് പ്രസന്റിൽ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അത് സന്തോഷിക്കാൻ പറ്റാതെ നമ്മൾ ജീവിക്കുകയാണ്. ഇതിന് പരിഹാരമുണ്ടോ? നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. നല്ല ബന്ധങ്ങളും ആവശ്യത്തിന് പണവും പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ സന്തോഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സന്തോഷമായി ജീവിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ സമാധാനമായി ജീവിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. നേരെ മറിച്ച് തന്നെ സ്നേഹിക്കാൻ ആരുമില്ലാതെ, ആവശ്യത്തിന് പണമില്ലാതെ, അങ്ങനെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ ഒരു വകയുമില്ലാത്ത ചില ആളുകളും സന്തോഷമായിട്ടും ടെൻഷനില്ലാതെയും ജീവിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാവുന്നത്? എന്ത് പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്? മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ബേസ് ചെയ്തിട്ടല്ല ഒരാളുടെ സമാധാനവും സന്തോഷവും സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ടത്. മെറ്റീരിയലിസ്റ്റിക്, വാട്ട് ഡസ് ഇറ്റ് മീൻ? മെറ്റീരിയലിസ്റ്റിക് മീൻസ് ഗിവിംഗ് ടു മച്ച് ഇമ്പോർട്ടൻസ് ടു മണി, പൊസഷൻ ആൻഡ് ഫിസിക്കൽ കംഫർട്ട്സ് റാദർ ദാൻ ടു സ്പിരിച്വൽ, ഇമോഷണൽ ഓർ ഇൻ്റലക്ച്വൽ വാല്യൂസ്. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അവയാണ് ഈ ആളുകളെ കംഫർട്ടബിൾ ആക്കുന്നതും അല്ലാതാക്കുന്നതും. പണം, കൈവശമുള്ള കാര്യങ്ങൾ, ഭൗതികമായ സുഖങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അവർ ആഗ്രഹിക്കുന്ന പോലെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ സമാധാനവും സന്തോഷമായിരിക്കാൻ ഈ കൂട്ടർക്ക് സാധിക്കൂ. ഇതിനെ ബേസ് ചെയ്ത് സന്തോഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, എല്ലാ സാഹചര്യങ്ങളിലും ഇത് നമുക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. ഈ ഭൗതിക സുഖങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരേപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. പല സമയത്തും കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയും നമ്മുടെ സന്തോഷത്തെയും സങ്കടത്തെയും ബാലൻസ് ചെയ്യാനും ഈ കൂട്ടർക്ക് സാധിക്കണമെന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് സന്തോഷമായിട്ട് പോകാം എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പരമാവധി സമയം സമാധാനത്തോടെയും സന്തോഷത്തോടെയും തൃപ്തിയോടെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്ട്രെസ് ഇല്ലാതെ സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യമാണ് ഡോണ്ട് ഓവർ പ്രയോറിറ്റൈസ് മെറ്റീരിയൽ ഫാക്ടേഴ്സ്. ഒരുപാട് പ്രാധാന്യം, അമിത പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജീവിതം, നമ്മുടെ സന്തോഷം നശിപ്പിക്കാതിരിക്കുക. എങ്കിൽ പോലും അതിനെ എവിടെ നിർത്തണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യുക. പണം, ബന്ധങ്ങൾ, ഭൗതിക സുഖങ്ങൾ, ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് മാത്രമാണ് ജീവിതം എന്ന് കരുതിയാൽ അതും പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ആവശ്യമായ അളവിൽ ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാം ഒരേപോലെ നമുക്ക് ആവശ്യമുള്ള പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടണമെന്നില്ല. പക്ഷേ അതോർത്ത് വിഷമിക്കാതിരിക്കുക. സ്പിരിച്വൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ വാല്യൂസിന് പ്രാധാന്യം നൽകുക. ആ കാര്യങ്ങളെപ്പറ്റി ബോധവാനായിരിക്കുക. ഇവ നേടാൻ വേണ്ട കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ ശീലമാക്കുക. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അടുത്തതായി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് യു ഹാവ്. നിങ്ങൾക്ക് എന്താണുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് എനിക്ക് എന്താണ് ഇല്ലാത്തത്. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇല്ലാത്തത് എന്താണ് എന്നാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. അതോർത്ത് വിഷമിക്കാറുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. പലപ്പോഴും കിട്ടാതെ വരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ വിഷമിക്കാറുമുണ്ട്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, നമുക്കുള്ള പല കാര്യങ്ങളും മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്ന നിൽക്കുന്ന പലരുടെയും സ്വപ്നമാണ്. പക്ഷെ നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ സാധിച്ചു എങ്കിലും നമ്മൾക്ക് അതുകൊണ്ട് തൃപ്തരാകാൻ പറ്റുന്നില്ല. നമ്മൾ വീണ്ടും അടുത്ത പണിയാണ് ആഗ്രഹിക്കുന്നത്. അത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഞാനും അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ആ ആഗ്രഹങ്ങൾ നേടാൻ ശ്രമിക്കുക. പക്ഷേ നേടാൻ പറ്റാതെ വന്നാൽ അതോർത്ത് വിഷമിക്കാതിരിക്കുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. നല്ല ബന്ധങ്ങളുണ്ടായിരിക്കാം, ആവശ്യത്തിന് പണമുണ്ടായിരിക്കാം, വീട്, കാറ്, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ പലരുടെയും സ്വപ്നമാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷമായി ജീവിക്കാനും സമാധാനമായിട്ടിരിക്കാനും സാധിക്കാറില്ല. പല സാഹചര്യങ്ങളിലും സ്ട്രെസ്സാണ്, സ്ട്രെയിനാണ്, ടെൻഷനാണ്. എന്തിന്?
ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിലും ഒരുപാട് കാര്യങ്ങൾ നേടേണ്ട ആളാണ് ഞാൻ. എൻ്റെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ റീൽസിൽ കാണുന്ന പലരുടെയും ജീവിതത്തിനൊപ്പം എത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ കാര്യം ഓർത്ത് വിഷമിക്കുന്നവർ ഒരുപാടാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇല്ലായ്മയുടെ കണക്കെടുത്താൽ എന്തൊക്കെ നമുക്ക് ഇല്ല എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പക്ഷേ അതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. നമുക്ക് 80, 85 അല്ലെങ്കിൽ 90% കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ നമുക്കില്ലാത്ത ഒരു 10% കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ ജീവിതം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, മറ്റ് ഫിസിക്കൽ ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു വ്യക്തി, അയാൾക്ക് ഒരു കണ്ണിന് ഒരു ചെറിയ ഒരു തകരാറ്, അല്ലെങ്കിൽ ചെറിയൊരു കാഴ്ചക്കുറവ്, അല്ലെങ്കിൽ ചെവിക്കൊരു ചെറിയതായിട്ട് കേൾവിക്കുറവ്, അല്ലെങ്കിൽ ഒരു വിരലിന് ചെറിയൊരു പ്രശ്നം, ഇതുപോലെ ചെറിയൊരു പ്രശ്നമുള്ള ആ വ്യക്തി സാധാരണഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ചിന്തിക്കുന്നതും മുഴുവൻ മറ്റെല്ലാവർക്കും ആരോഗ്യ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു ശരീരമുണ്ട്. പക്ഷേ എനിക്ക് മാത്രം ഈ ഒരു കുറവുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. എന്നെ എല്ലാത്തിൽ നിന്നും പുറകോട്ടാക്കാനും എന്നെ പുറകിലാക്കാനും എന്നെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായി അയാൾ അതിനെ കാണും. പക്ഷെ അയാൾ മനസ്സിലാക്കുന്നില്ല, 99% അയാളുടെ ശരീരം പെർഫെക്റ്റ് ആണ്, ആരോഗ്യമുള്ള ഒരു ശരീരമാണ് അയാൾക്കുള്ളത്. പക്ഷേ ആ 1% അയാൾ ചിന്തിക്കുകയാണ്. അതിൽ അയാളുടെ ചിന്തകൾ ബ്ലോക്കായി കിടക്കുകയാണ്. അയാൾക്ക് എന്ന് ആ ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നു, അതായത് എനിക്ക് 99% എൻ്റെ ശരീരം പെർഫെക്റ്റ് ആണ് എന്ന ചിന്ത എന്ന് അയാൾക്കുണ്ടാകുന്നു, അന്ന് മുതൽ അയാൾക്ക് സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കാൻ സാധിക്കും. കാരണം 1% കുറവ് എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ 90, 95 അല്ലെങ്കിൽ 99% കാര്യങ്ങളും നല്ല രീതിയിലാണ് നടക്കുന്നത്. എല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ ആ ഒരു ഇല്ലാത്ത ഒരു 10%, 5% അല്ലെങ്കിൽ ആ 1%ത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഇല്ലാതാക്കാൻ കാരണമാകുന്നു, നമ്മളെ വിഷമിപ്പിക്കാനും എന്നും നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനും ഉണ്ടാക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളത് എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ തൃപ്തരായിരിക്കുക, സന്തോഷമായിരിക്കുക. നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്